सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम समस्त जन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्म विद्वरम्। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् परमानन्दमाधवम्। ओम वार्धाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणं निना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणी। നമ്മള് എന്താണ് കണ്ടുകൊണ്ടിരുന്നത്? ഭഗവത്ഗീതയിലെ ഓരോ വിഷയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ തന്നെ ഒന്നാം അധ്യായം നമ്മൾ കണ്ടു. ഭഗവത്ഗീതയെ പറ്റി ഏകദേശം ഒരു അനുഭവമൊക്കെ കണ്ടതിന് ശേഷം പ്രധാനപ്പെട്ട ഗീത ഭഗവാന്റെ ആ ഉപദേശത്തിന്റെ തലത്തിലേക്ക് നമ്മൾ എത്തി. ഇവിടെ നമ്മള് അതിനൊരു കളമൊരുക്കാൻ വേണ്ടിയിട്ട് ഗുരു ഉപസദനം കണ്ടു. അതിനുശേഷം ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ എന്താണത്? ദുഃഖിക്കരുത് എന്നുള്ളതാണ് ഉപദേശം, സാധാരണ ഭാഷയിൽ പറഞ്ഞത്. എന്നിട്ടോ ആ ദുഃഖിക്കരുത് എന്നുള്ള ഉപദേശത്തിനെ നമ്മളത് വിശദീകരിച്ച് കണ്ടതിന് ശേഷം ഭഗവാൻ എന്തുകൊണ്ട് ദുഃഖിക്കരുത് എന്ന് പറയും. എന്തുകൊണ്ട് ദുഃഖിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല എന്നുള്ള ഒരു രീതിക്കാണ് ഭഗവാൻ അത് പറയുന്നത്. പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല? അതിന് ആദ്യമായിട്ട് ഏറ്റവും അബ്സല്യൂട്ട് ആയിട്ടുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഉത്തരമാണ് നൽകുക. ഏറ്റവും മികച്ച മരുന്നാണ് കൊടുക്കുക. പക്ഷെ ആ മരുന്ന് സ്വീകരിക്കാൻ തന്നെ നമുക്കൊരു പാകത വേണേ. അത് ഭഗവാൻ അർജുനിൽ കാണാത്തത് കൊണ്ടായിരിക്കാം ഭഗവാൻ പതുക്കെ 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 സ്റ്റേജ് കുറച്ച് താഴോട്ട് വരുന്നുണ്ട്. ഇവിടെ അബ്സല്യൂട്ട് സത്യത്തിനെ, ആ പരമമായിട്ടുള്ള സത്യത്തിനെ പറഞ്ഞു. എന്തുകൊണ്ട് ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു തുടങ്ങി. ആത്മാവ് നശിക്കില്ല. ഓക്കെ, അതിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. അത് നിത്യമാണ് എന്നുള്ളത് കൊണ്ട് ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു. എന്താണ്? ആത്മാവ് നശിക്കില്ല, അതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ പറയുന്ന മരണമൊന്നും നടക്കില്ലടാ, നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. നീ പറഞ്ഞ കാര്യമൊന്നും എന്താ ദുഃഖിക്കാനുള്ള അതിനുള്ള ഒരു സംഭവമല്ല എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എന്താ ഉദാഹരണം? ആത്മാവ് നിത്യമാണ് എന്നുള്ളതിന് ഉദാഹരണമായിട്ട് നമ്മൾ എന്താ കണ്ടേ? കൗമാരം, യൗവനം, ജര. ഈ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആൾക്കാരല്ലേ. ഇവിടെ എന്തൊക്കെയാണ്? കൊച്ചു കുട്ടികളാരും ഇല്ല, എല്ലാം മുതിർന്ന ആൾക്കാരാണ്. ഓക്കെ, ചില ആൾക്കാർ എന്നെക്കാളും മുതിർന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാര് എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ട്, ചില ആൾക്കാർ എന്റെ പ്രായമുള്ള ആൾക്കാരും ഉണ്ട്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് കൊച്ചുകുട്ടിയുടെ ഒരു സ്റ്റേജ് കണ്ടിട്ടുണ്ട്. അതിനിടയിൽ യൗവനകാലം കണ്ടിട്ടുണ്ട്. ചില ആൾക്കാര് വാർദ്ധക്യം കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്, കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സമയത്ത് നമ്മളിത് കാണുന്ന സമയത്ത് ബുദ്ധിമാന്മാർ ദുഃഖിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ശാസ്ത്രത്തിൽ പറയുന്ന ബുദ്ധിമാനല്ല. നമ്മൾ ആരെങ്കിലും ഈ പറഞ്ഞ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടന്ന സമയത്ത് അയ്യോ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടോ? പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞങ്ങളൊക്കെ കരയും സാധിക്കുന്നത്. 30 വയസ്സ് പറഞ്ഞപ്പോ 30 വയസ്സൊരു
ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് എന്നാ. അയ്യോ എനിക്ക് 30 വയസ്സായി 30കളിലായി എന്ന് പറഞ്ഞ ചില ആൾക്കാർ കരയും, ചില ആൾക്കാർ 40കളിൽ കരയും. ഇപ്പോഴേ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ പണ്ടൊരു അമേരിക്കൻ സീരീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അത് ഓരോരുത്തർക്കും 30 വയസ്സാകുന്ന സമയത്ത് ഓരോരുത്തർ കരയുന്നതായിട്ടൊക്കെ ഗംഭീരമായിട്ട് തമാശ രൂപയുടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അത്രയ്ക്ക് പ്രശ്നമില്ല കേട്ടോ ഇവിടെ ഭാരതത്തില്. പക്ഷെ എങ്കിലും 30 വയസ്സ് കഴിയുമ്പോൾ അയ്യോ എനിക്ക് 30 വയസ്സായി, 40 വയസ്സായപ്പോ നമ്മള് അമ്മാവന്മാരായി. ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. ആലോചിക്കേ 2020 ജനിച്ച പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 23 വയസ്സായിരുന്നു. നമുക്ക് 2000 ജനിച്ച കുട്ടികളെ നമുക്ക് ഇപ്പോഴേ 2000 നമുക്ക് ഇപ്പോഴും ഓർമ്മയുള്ളതാണൊക്കെ അല്ലേ. നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്തുള്ള ഞാനും ഈ സമയത്തുള്ള എനിക്കും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും അല്ലാത്തത്. ഇത് ഹോംവർക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നേ. അതായത് ധീരന്മാർ ദുഃഖിക്കില്ല, നാം ദുഃഖിക്കാറില്ല. ഇപ്പോ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വരുമ്പോഴോ യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴോ നമ്മൾ ദുഃഖിക്കാറില്ല. ഇതൊരു അവസ്ഥയാണെന്നറിയും. അതേപോലെയാണ് ധീരന്മാർ ഒരു ശരീരത്തിനെ വിട്ടിട്ട് വേറെ ശരീരത്തിലേക്ക് കടക്കുമ്പോഴെന്നാണ്. അവർക്ക് മരണം ഒരു വ്യത്യാസം. കാര്യം ഇതൊരു മാറ്റം മാത്രമാണ്. യഥാർത്ഥത്തില് ആത്മാവ് മാറില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് നമ്മൾ കണ്ടു. ഇനി ഈ വ്യാവഹാരിക തലത്തിൽ നമ്മൾ എങ്ങനെ നിൽക്കണം? അതായത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് എങ്ങനെയാണ്? ജീവിതം അത് ഫ്ലോ ഓഫ് എക്സ്പീരിയൻസസ് ആണ് നമ്മൾ കണ്ടു. പിന്നെയോ അനുകൂലത്തിൽ സുഖവും പ്രതികൂലത്തിൽ ദുഃഖവും ഉണ്ടാകും നമ്മൾ കണ്ടു. ഈ വിഷയം ഇനിയും വരില്ലേ. പിന്നെയോ ഇത് വന്നും പോയി ഇരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഭഗവത്ഗീതയിലെ ബാക്കി പോയിന്റ് ഒക്കെ നിങ്ങൾ മാറ്റി വെച്ചോ. ഈ ഒരു പോയിന്റ് ഓർത്തോ. എന്താ? ലോകവുമായിട്ട് ഞാൻ ഇടപെടുമ്പോ ലോകത്തിലെ ഓരോ എക്സ്പീരിയൻസും വന്നും പോയി ഇരിക്കുന്നതാണ്. ഞാൻ അതിൽ മുറുക്ക് പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. മുറുക്ക് പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ കാലം ദുഃഖിച്ചോണ്ടിരിക്കേണ്ടി വരും, ടെൻഷൻ അടിച്ചോണ്ടിരിക്കും. അതിന്റെ ആവശ്യമില്ല. പിന്നെന്താണ്? ഇത് വന്നും പോയി ഇരിക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് അനിത്യവുമാണ്. എനിക്ക് സുഖം നിത്യമായിട്ടുണ്ടോ? നിത്യമായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ദുഃഖം എനിക്ക് നിത്യമായിട്ടുണ്ടോ? ദുഃഖവും നിത്യമായിട്ടില്ല. മനസ്സിലായില്ലേ? ഇത് വന്നും പോയി ഇരിക്കുക. സത്യം പറഞ്ഞാൽ അതാണ് നമ്മുടെ പ്രശ്നം അല്ലേ. ശരിക്കും ആലോചിച്ചാൽ അതാ പ്രശ്നം. എല്ലാ കാലവും എന്താണ് ദുഃഖം തന്നെയാണെങ്കിലോ ഇന്ന് ദുഃഖം ശീലമായിട്ട് അത് സുഖമായിട്ട് മാറുന്നതാണ്. പറയുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, നാളെ കഴിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല, കുഴപ്പമില്ല ശീലമായിക്കോളൂ നമ്മൾ പറയും. ഇല്ലേ തമാശക്ക് സ്ഥിരമായിട്ട് ഒരേ കാര്യം നോക്കുമ്പോൾ നമുക്ക് ശീലമാവും. ഇതങ്ങനെ സ്ഥിരമായിട്ട് വരത്തില്ല. ഇത് വന്നു പോയി ഇരിക്കുന്നതാണ് നമ്മുടെ ദുഃഖത്തിലാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, വന്നു പോയി ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് അനിത്യമാണ്. ഇതിൽ നമ്മൾ ഇളകാൻ പാടില്ല. എന്ത് ചെയ്യണം? സഹിക്കൂ. ഇതാണ് പോയിന്റ്. ഭഗവത്ഗീത നിത്യജീവിതത്തിൽ നമ്മൾ ആചരിക്കണം എന്നുണ്ട്. നമ്മൾ ഈ ടോപ്പിക്കൊക്കെ സ്ഥിരം കേൾക്കാറുള്ളതല്ലേ, ഭഗവത്ഗീത നിത്യജീവിതത്തിൽ. എങ്ങനെ ഭഗവത്ഗീത നിത്യജീവിതത്തിൽ നമ്മൾ ആചരിക്കുക? ഒരു സംശയവും വേണ്ട. നമ്മള് ലോകത്തിൽ എന്ത് തന്നെ നമ്മുടെ നേരെ വന്നാലും അതിനെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുക. കാര്യം എന്നാ? ഇത് വന്നും പോയി ഇരിക്കുന്നതാണ് എന്നത് എനിക്ക് ബോധ്യമുണ്ട്. ഓക്കെ, ഇതിനാണ് തിദിക്ഷ എന്ന് പറയാം. നമ്മൾ കണ്ടായിരുന്നില്ലേ തിദിക്ഷ എന്താണ്? സഹനം സർവദുഃഖാന അപ്രതീകാരപൂർവകം ചിന്ത വിലാപരഹിതം. ഇങ്ങനെ നമ്മൾ ലോകത്തിനെ നേരിടണം. ഈ തിദിക്ഷയുടെ ഗുണം എന്താ? ഞാൻ ഈ തിദിക്ഷയോടുകൂടി ലോകത്തിനെ നേരിട്ടാൽ എനിക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ഗുണം എന്താണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാം. ഞാൻ പറഞ്ഞില്ല, ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോർഷൻ ആയതുകൊണ്ടാണ് ശ്ലോകം ബൈ ശ്ലോകം എടുക്കുന്നത്. ഈ ടോപ്പിക് വെച്ചിട്ടാണ്. ഇത് ടോപ്പിക് തന്നെയാണ്. തിദിക്ഷയുടെ ഗുണം എന്താണ്? 15ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയും എന്താണ്? യം ഹീനം വ്യതയന്ത്യതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പത്തെ. എന്താ പറയാ? പുരുഷർഷഭ, പുരുഷശ്രേഷ്ഠനായ അർജുന, ഈ ഇന്ദ്രിയ വിഷയബന്ധങ്ങൾ സമ ദുഃഖ സുഖം, ദുഃഖസുഖങ്ങളെ ഒരേപോലെ കരുതുന്നവനും ധീരം എം പുരുഷം, ധീരനുമായ ഏതൊരു പുരുഷനെ വ്യതയന്തി ദുഃഖിപ്പിക്കുന്നില്ലയോ സഹ അമൃതത്വായ, അവൻ അമൃതത്വത്തിന് ആത്മസാക്ഷാത്കാരത്തിന് കൽപ്പത്തെ ഹി യോഗ്യനായി നൽകുന്നു. എന്താണ് എന്താ 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 പറഞ്ഞേ? അർജുന, ഒരു അർജുനല്ല, പുരുഷശ്രേഷ്ഠനായിട്ടുള്ള അർജുന എന്താണ്? ഈ സുഖദുഃഖങ്ങളെ ഒരേപോലെ കാണുന്ന ആള്, അയാളാണ് ധീരൻ. ആ ധീരൻ അയാള് അമൃതത്വത്തിന് എന്താണ്? അമൃതത്വത്തിന് അർഹനാണ്.
മരണമില്ലായ്മയ്ക്ക് എന്താണെന്ന് നമ്മളിത് കാണുന്നത്. ഈ തിദിക്ഷ എല്ലാവർക്കും പറ്റത്തില്ല. നമുക്ക് എല്ലാവർക്കും പറ്റും. ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ സംശയമാണ്, എന്തോ എന്റെ മനസ്സിൽ ദേഷ്യം വരും, എന്റെ മനസ്സിൽ അത് തുടക്കമാണ്, മനസ്സിലായില്ലേ? ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ചിലപ്പം ഈ ദേഷ്യത്തിന് ഞാൻ പുറത്തേക്ക് കാണിക്കും, ഗംഭീരമായിട്ട്. ഒരു പോയിന്റ് എത്തുമ്പോ എന്താണ്, എനിക്ക് പുറത്തേക്ക് കാണിക്കാതെ എന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ എനിക്ക് ഇത് പിടിക്കാൻ പറ്റി വരും. ഈ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പം ഈ തിദിക്ഷയ്ക്ക് തന്നെ പല ലെവൽസ് ഉണ്ട്. തിദിക്ഷയ്ക്ക് തന്നെ പല ലെവൽസ് ഉണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ ഈ തിദിക്ഷ പറ്റത്തില്ല. പണ്ട് അവനായിട്ട് അടി കൊടുത്താൽ മതിയായിരുന്നു, 10 വർഷത്തിന് ശേഷം നമ്മൾ വിചാരിച്ചോണ്ടിരിക്കും ചില ആൾക്കാർ. അങ്ങനെയുണ്ട്. തിദിക്ഷ എല്ലാവർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പുരുഷ വൃഷഭാന്ന് അർജുനനെ അഡ്രസ് ചെയ്തിരിക്കുക. കാര്യം എന്താണ്, പുരുഷന്മാരിൽ ശ്രേഷ്ഠനാണ്, ആ ശ്രേഷ്ഠതയെ കാണിക്കുകയാണ്. ഇപ്പൊ ശ്രേഷ്ഠന്മാർക്ക് ഈ തിദിക്ഷ പറ്റുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും എന്താണ്, തിദിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഏതേ ഈ മാത്രാസ്പർശങ്ങൾ, ഈ വിരുദ്ധമായിരിക്കുന്ന ഈ സുഖദുഃഖ രൂപത്തിലുള്ള വിഷയാനുഭവങ്ങൾ ഏതൊരു പുരുഷനെയാണോ സുഖദുഃഖങ്ങളിൽ നിന്ന് ഏത് പുരുഷനാണോ സുഖദുഃഖങ്ങളെ ഒരേപോലെ കാണാൻ പറ്റുന്നത്, അയാള് ധീരനാണ് എന്നാണ് പറയാം. ധീരം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പെട്ടെന്ന് മലയാളികൾ പറയും ധീരൻ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സുധീരമാണല്ലോ. അപ്പൊ നല്ല ധീരതയുള്ള ആളുകളാണ്. എന്താ ധീരത എന്ന് പറഞ്ഞാൽ, ഒന്ന് വിഷയേഭ്യ ധിയം രാതി, ഇതാണ് അർത്ഥം. എന്താണ് വിഷയേഭ്യ ധിയം രാതി, വിഷയങ്ങളിൽ നിന്ന് ധീയെ, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ നിയന്ത്രിക്കുക ആണ് ധീരതയുടെ അർത്ഥം. ധീരം എന്നതിന്റെ അർത്ഥം എന്താണ്, വിഷയങ്ങളിൽ നിന്ന് ധീയെ, ബുദ്ധിയെ നിയന്ത്രിക്കുക. അതല്ലെങ്കിലോ വിഷയങ്ങളിൽ നിന്ന് ധീയെ നിഗ്രഹിക്കുക. ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുക, വേറൊന്ന് നിഗ്രഹിക്കുക, വേറൊന്ന് വിഷയേഭ്യ ധിയം, എന്താണ് വിഷയങ്ങളിൽ നിന്ന് ധീയെ രക്ഷിക്കുക. ഇത് മൂന്ന് ലെവൽസാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ആൾക്കാർ രക്ഷിക്കേണ്ടി വരും, ചില ആൾക്കാർക്ക് കൃത്യമായിട്ട് നിഗ്രഹിക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇതൊക്കെ ധീരന്മാരാണ്. വേണ്ട എന്ന് പറയാൻ പറ്റണമെന്നാണ്. പിന്നെ സ്വാമി പറയും, ലേൺ ടു സേ നോ വിത്ത് എ സ്മൈൽ. ചിരിച്ചുകൊണ്ട് പറ്റത്തില്ല എന്ന് പറയാം. നമ്മളങ്ങനല്ല, എല്ലാത്തിനും പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ പറ്റത്തില്ല എന്നുള്ളതല്ല. പിന്നെയോ എന്റെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ചിരിച്ചുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ, അപ്പോഴാണ് ഞാൻ ധീരനാകുന്നത്. സുഖദുഃഖങ്ങൾ എന്നെ നോക്കി വരുന്ന സമയത്ത് എനിക്ക് കൈ കെട്ടി ഞാൻ ദുഃഖിക്കില്ല എന്നെനിക്ക് പറയാൻ പറ്റുമെന്നാണ്, അപ്പോഴാണ് ഞാൻ ധീരനാകുന്നത്. രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുന്നതായിരിക്കണമെന്നില്ല ധീരത, മനസ്സിലായില്ലേ? ധീരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റലിജന്റ് ഉണ്ടെന്നാണ് അർത്ഥം. നമ്മള് ധീരത എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ള ആള്, പേടിയില്ലാത്ത ആളെന്ന് പറയല്ലോ. ആര് പേടിയില്ലാത്ത ആള്? പേടിയില്ലാത്ത ആള് ബുദ്ധിയുള്ള ആളാണ് പേടിയില്ലാത്ത ആള്. ധീയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ധീരത. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മികച്ച ധീരത? എന്റെ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് എന്റെ ഇന്ദ്രിയങ്ങൾ പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ധീരത എന്നാണ് ആചാര്യന്മാർ പറയുക. ഈ ധീരനെയാണ് ബുദ്ധിമാൻ, പണ്ഡിതൻ എന്നെല്ലാം പറയാം. ഇയാളെ ദുഃഖിപ്പിക്കുന്നില്ല, അതേപോലെ സന്തോഷിപ്പിക്കുന്നില്ല. ഈ ലോകം എന്ത് തന്നെ നടന്നാലും നമ്മൾ ശാന്തമായിട്ടില്ല. പാലം കുലുങ്ങിയാലും എന്ത് കുലുങ്ങൂല? കേരളം കുലുങ്ങൂല. കേരളം ധീരനാണെന്നാണ്, മനസ്സിലായേ? വേറെ എന്തൊക്കെ പറ്റിയാലും കേരളം ഒരു പ്രശ്നമില്ല. ഞാൻ ചിങ്ങാനന്ദ സ്വാമിയുടെ ഒരു കഥ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു. ആരോ ഒരാള് റൂമിലേക്ക് കയറി വന്ന സമയത്ത് അയാൾ ചോദിച്ചു, സ്വാമിജി ആമേ ഡിസ്റ്റർബിംഗ് യു. ഉടനെ സ്വാമി ചോദിച്ചു, യു ട്രൈഡ് ബട്ട് ഐ ആം നോട്ട് എന്ന് പറഞ്ഞതുപോലെ, നീ ശ്രമിച്ചു എന്നെ ഇളക്കാൻ, ഡിസ്റ്റർബ് ചെയ്യാൻ, പക്ഷെ നീ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇളകില്ല, ഞാൻ ഡിസ്റ്റർബ്ഡ് ആകില്ല, മനസ്സിലായി? അതേപോലെ സ്വാമിജി ആർക്കാണ്ട് ഒരു ജോലി കൊടുത്തു, എന്തോ ഒരു ജോലി പണി കൊടുത്ത സമയത്ത് അയാളുടെ വൈകുന്നേരം കണ്ടപ്പോൾ സ്വാമി ചോദിച്ചു, ഏട്ടാ അത് ചെയ്തായിരുന്നു ചോദിച്ചു. നമ്മളൊക്കെ സാധാരണ പറയുന്ന രീതി ഉണ്ട്, ഡോണ്ട് വറി സ്വാമിജി ഐ വിൽ ഡു ഇറ്റ് എന്ന്. അങ്ങനെ സ്വാമിജിയൊക്കെ പറഞ്ഞു, ഡോണ്ട് വറി സ്വാമിജി ഐ വിൽ ഡു ഇറ്റ് എന്ന്. അപ്പോൾ സ്വാമിജി തിരിച്ചു ചോദിച്ചു, ഹാവ് യു എവർ സീൻ മീ വറി? എന്നെ എപ്പോഴെങ്കിലും വിഷമിച്ച് ഇളകി കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ലേ? കാര്യം ഇവരൊക്കെ ധീരന്മാരാണ്. എല്ലാത്തിനും ഒരേപോലെ കാണാൻ പറ്റുന്നത്. ഏതൊരാളാണോ ധീരനായി വിഷയങ്ങളിൽ നിന്ന് ധീയെ നിയന്ത്രിച്ച് അല്ലെങ്കിൽ നിഗ്രഹിച്ച് അതല്ലെങ്കിൽ രക്ഷിച്ച് സുഖദുഃഖങ്ങളെ ഒരേപോലെ കണ്ട് ദുഃഖിക്കാതെ വ്യഥയില്ലാതെ ഇരിക്കുന്നത്, അയാൾക്ക് അമൃതത്വത്തിന് യോഗ്യത.
നമ്മളൊക്കെ എന്തിനാ ജീവിക്കുന്നത്? ഒരു സംശയം വേണ്ട മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ആണോ അല്ലേ? എന്താ മോക്ഷം? ഇതൊരു ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചാൽ എന്തായിരുന്നു മോക്ഷം? ആത്യന്തിക ദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തി, നിത്യതൃപ്തി. വേറെ ഒന്നിന്റെയും സഹായമില്ലാതെ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റുക, തൃപ്തിയോടുകൂടി ഇരിക്കാൻ പറ്റുക, ദുഃഖമില്ലാതിരിക്കാൻ പറ്റുക ഇവിടെ ഇപ്പോ. ഇതിനാണ് മോക്ഷം എന്ന് പറഞ്ഞത്. ഇതിനാരാണ് അധികാരി? ഈ ലോകം, ഈ ലോകത്തിനാൽ ബാധിക്കപ്പെടാതിരിക്കുന്ന തിദീക്ഷയുള്ള അമൃതത്വം എന്ന് പറഞ്ഞാൽ നശിക്കാതിരിക്കുക, ബ്രഹ്മാനുഭവത്തിന് അധികാരിയാകുക, മോക്ഷത്തിന് ഹേതുവാകുന്നില്ല. ആർക്കാണ് ആ നിത്യതൃപ്തിയോടുകൂടി ഇരിക്കാൻ പറ്റുക? തൃപ്തിയോടുകൂടി ഇരിക്കാൻ പറ്റുന്ന ആള് എന്ന് പറയുന്നത് ലോകത്തിലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇളകാതിരിക്കുന്ന ആളാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇവിടെ 4-5 പേരെ വീഡിയോ ഓൺ ചെയ്തിട്ടു. ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്. അതല്ലാതെ നിങ്ങൾ 4-5 പേരെ വീഡിയോ ഓൺ ചെയ്തു. ഈ വീഡിയോ ഓൺ ചെയ്യണം എന്ന് ഞാൻ നിഷ്കർഷിച്ചു, 2-3 പ്രാവശ്യം പറയുകയും ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഓൺ ചെയ്തില്ലെങ്കിൽ എനിക്ക് 2 ഓപ്ഷനാണ്. 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഒന്നും എന്താ? ഒന്നുകിൽ എനിക്ക് ഇറിറ്റേറ്റഡ് ആകാം, അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആകാതെങ്കിൽ എന്ത് വേണമെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞാണ് ക്ലാസ്. അതല്ലാതെ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടു ഇനി ഈ രീതിയിലാണ്. ചില ആൾക്കാർ പറ്റത്തില്ല, ഇല്ല ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേൾക്കണം, വീഡിയോ ഓൺ ചെയ്യണം. എന്തിനാണ് മസിൽ പിടിക്കുന്നത്? ചിലപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഓൺ ചെയ്ത ആൾക്കാർ ഓഫ് ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനുചോക്കൂ, ഇതേപോലെ ലോകത്തിൽ എത്ര കാര്യങ്ങളാണ് നമ്മുടെ നേരെ ഓരോ ദിവസവും ഓരോ സിറ്റുവേഷൻസ് ആയിട്ട് വരുന്നത്. ഇത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിക്കാറുണ്ടോ? ഇത് നമ്മളെ ഇളക്കാറുണ്ടോ? ഇത് നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ടോ? ദുഃഖിപ്പിക്കാറുണ്ടോ? ഇതൊക്കെ എങ്ങനെയൊക്കെ വന്നാലും ഞാൻ ഒരേപോലെ നിൽക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്കാണ് ഇത് അമൃതത്വത്തിന് അധികാരിയായിട്ട്. അപ്പൊ തിരിക്ഷ എന്തിലേക്ക് നമ്മളെ നയിക്കും? തിരിക്ഷ നമ്മളെ അമൃതത്വത്തിലേക്ക് നയിക്കും. ഇനി നമ്മുടെയൊക്കെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, റൈറ്റ് ആറ്റിറ്റ്യൂഡ് ആണ് എങ്കിൽ ജീവിത സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ അത് നമ്മളെ വളർത്തും. എന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണ്. എൻ്റെ ആറ്റിറ്റ്യൂഡ്, ലോകത്തിനോട് നോക്കിക്കാണുന്ന ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണ് എങ്കിൽ ജീവിത സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ അത് നമ്മളെ വളർത്തും. എങ്ങനെ സുഖദുഃഖങ്ങളെ ബാധിക്കില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് ഹോംവർക്കാണ്. എന്താണ്? നമ്മുടെ ലക്ഷ്യം ഉയർന്നതാണ് എങ്കിൽ നമ്മുടെ സുഖദുഃഖങ്ങൾ ബാധിക്കുമോ? എന്താ എന്നോട് പറയും. അതായത് എനിക്ക് ഒളിമ്പിക്സ് അല്ലെങ്കിൽ വേൾഡ് കപ്പ് കളിക്കണം എന്നാണ് ആഗ്രഹം എന്ന് വെച്ചു. വെറുതെ ആഗ്രഹം മാത്രം പോരല്ലോ, അതിനു വേണ്ടി ഞാൻ പണിയെടുക്കുകയാണെങ്കിൽ ഇപ്പൊ വേൾഡ് കപ്പ് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ നമ്മൾ പറയുന്ന കുറെ സോക്കോൾഡ് സുഖങ്ങളെ മാറ്റി വെച്ചിട്ടാണ്, കുറെ ദുഃഖങ്ങളെ നേരിട്ടിട്ടാണ് അവർക്ക് ഇന്ന് കാണുന്ന സുഖത്തിലേക്ക് എത്താൻ പറ്റുക. കാര്യം അവരുടെ ലക്ഷ്യം ഉയർന്നതായിരുന്നു. നമ്മൾ ഉയർന്ന ഒരു ലക്ഷ്യം വരുന്ന സമയത്ത് പെറ്റി ആയിട്ടുള്ള ചെറിയ ചെറിയ സുഖങ്ങളോ ദുഃഖങ്ങളോ നമ്മളെ ബാധിക്കില്ല. ഇപ്പൊ ഈ ചെറിയ ഇല്ലെങ്കിലോ, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലെങ്കിലോ, ചെറിയൊരു സുഖം ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ പോകും, ചെറിയൊരു ദുഃഖം ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ പോകും. ഇതാണ് നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം. അപ്പൊ ആചാര്യന്മാർ പറയുന്നതാണ് മികച്ച ഒരു ലക്ഷ്യത്തിനെ കണ്ടെത്തൂ. കാര്യം എന്നാ, ഒരു വലിയ ലക്ഷ്യത്തിനെ നമ്മൾ നേരിടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ പിടിക്കുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങളൊന്നും നമ്മളെ, ഗുരുദേവൻ പറയും എന്നാ, ഇംപ്രിക്സ് ഓഫ് ലൈഫ്, അത് നമ്മളെ ബാധിക്കില്ല. നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലാത്തത് കാരണം ആൾക്കാർ എന്നെ നോക്കി ചിരിച്ചില്ല, എന്നോട് മിണ്ടിയില്ല, ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ ചെയ്തില്ല എന്നുള്ള ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കാതിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മുടെ ലക്ഷ്യം ഉദാത്തമാകുന്ന സമയത്ത് ഇമാതിരി ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകില്ല. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുഖദുഃഖങ്ങള് സ്ഥിരമല്ല എന്ന് മനസ്സിലാക്കുക എന്നതാണ്. ഇത് വന്നു പോയിരിക്കും, എന്ത് വന്നാലും ഞാൻ അതിൽ ബാധിക്കില്ല എന്ന് തീരുമാനം എടുക്കുക. ഇത് നെഗറ്റീവ് അല്ലേ, ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉപദേശമാണ്. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഇങ്ങനെ ഇരിക്കും, അതിനുള്ളൊരു ചോയ്സ് എനിക്കുണ്ട്. എന്താ ഒന്നുകൂടെ പറയും. ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ വിഷമിക്കാറുണ്ടോ? നല്ല ഗീത ഉണ്ടോ? വിഷമിക്കാറുണ്ടോ? വേണ്ട. ദേഷ്യപ്പെടാറുണ്ടോ?
ഉണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് ആണുങ്ങളാണ്, പുരുഷർഷവന്മാരിരിക്കുന്ന അവർ വിഷമിക്കുന്നൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അവർ ദേഷ്യപ്പെടാറുണ്ടോ? ഉണ്ട്, അതൊരു ആലോചിക്കുന്നത്. ഓക്കെ, ഈ ദേഷ്യപ്പെടുന്നതിന് ഉത്തരവാദി ഞാനാണോ എന്നെ ദേഷ്യപ്പെടുത്തുന്ന ആളാണോ? നമ്മള് 90% പറയും നമ്മള് വേറൊരാളാണ് എന്നെ ഈ ദേഷ്യപ്പെടുത്തുന്നതെന്നാണ്. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല കാര്യം. ഞാൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് എനിക്കാണ്. മനസ്സിലായി? ഞാൻ ദേഷ്യപ്പെടുന്നതിന്റെ ഉത്തരവാദി ഞാനാണെങ്കിൽ, ഞാൻ ദുഃഖിക്കുന്നതിന്റെ ഉത്തരവാദി ഞാനാണെങ്കിൽ, ഞാൻ ആനന്ദത്തോടു കൂടി ഇരിക്കാനുള്ളതിന്റെ ഉത്തരവാദിത്വവും എനിക്കാണ്. അതിനുള്ള സാധ്യതയുണ്ട്. ഇത് വെറും തിയററ്റിക്കൽ നോളജ് അല്ല. ദൈവത്തെ ഓർത്ത് അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ചിലപ്പോൾ ഇപ്പൊ പറയുന്നത് എന്റെ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമായിരിക്കും. ഞാനും ചില കാര്യങ്ങളിലൊക്കെ ഇറിറ്റേറ്റഡ് ആകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇത് ആചാര്യന്മാര്, ഇവിടെ മഹാത്മാക്കള് ജീവിച്ച് കാണിച്ച കാര്യം. ശ്രുതി പറയുന്നതാണ്, യുക്തി ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാകുന്നതാണ്. അതിനേക്കാൾ ഉപരി മഹാത്മാക്കള് ഇത് അനുഭവിച്ചറിഞ്ഞതാണ്, നമുക്കും അനുഭവിക്കാവുന്നതാണ്. എന്റെ സുഖം എന്റെ കയ്യിലാണ്. ഞാൻ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആനന്ദ സ്വരൂപിയായതുകൊണ്ടാണ് ലോകത്തിന് എന്നെ ഇളക്കാൻ പറ്റില്ല. ഈ ഒരു അറിവിലേക്ക് ഉയരുമ്പോ തന്നെ ഞാൻ അധികാരിയാവും. എന്തിന്? അമൃതത്വത്തിന് അധികാരിയാവും. എങ്ങനെ സുഖദുഃഖത്തിനെ ഒരേപോലെ കാണാം? സുഖദുഃഖമാകരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ശ്രദ്ധ ഇതിലേക്കായിരിക്കണം, നമ്മുടെ ഉയർന്ന ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഇവിടെ AC ഇല്ല, ചൂടാണ്, ഇല്ല, ക്ലാസ് എടുക്കുന്നതിലാണ് എന്റെ ശ്രദ്ധയെങ്കിൽ ഇവിടെ AC ഉണ്ടെന്നുള്ളതോ ലൈറ്റ് ഇല്ല എന്നുള്ളതോ ഫാൻ ഇല്ല എന്നുള്ളതോ ഒന്നും ചിലപ്പോൾ എന്നെ ബാധിക്കില്ല. പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ അതാണ്. എനിക്കിപ്പോ ഇത് വെച്ചേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായി? നമ്മളെപ്പോഴും പറയുന്നൊരു ഇതില് ഇപ്പൊ തമാശക്ക് ആൾക്കാർ പറയാറുണ്ട്, ഇന്ന ആള് ഇലക്ട്രിസിറ്റി ലാബിന തെരുവ് വിളക്കിന്റെ കീഴിൽ ഇരുന്നാണ് പഠിച്ചത്. ഇത് കാണിക്കുന്നത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു പഠന സാഹചര്യമായിരുന്നു എന്നൊക്കെ പറയാൻ. അപ്പൊ പിള്ളേർ ചോദിക്കുന്നത് ഇയാൾക്ക് രാവിലെ പഠിക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ, പക്ഷെ ആലോചിച്ച് നോക്കൂ, ആ ഇലക്ട്രിസിറ്റി ലാബ് അല്ലെങ്കിൽ തെരുവ് വിളക്കിന്റെ കീഴിൽ നിന്ന് പഠിച്ച ഒരാള് അയാൾക്ക് തെരുവ് വിളക്കാണെന്ന് അതൊന്നും അയാൾക്ക് ബാധിക്കുന്നില്ല. പഠിക്കണം എന്നുള്ള ലക്ഷ്യമായതുകൊണ്ട് എവിടെ ഇരുന്നും പഠിക്കുന്ന ആണല്ലോ. അതെ, ഈ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം. നമ്മൾ എല്ലാ പ്രശ്നത്തിനെയും കയറി പിടിക്കാൻ നോക്കാറില്ലേ? അതുവഴി പോകുന്ന കാര്യത്തിനെ നമ്മൾ കയറി പിടിക്കും. ഒരു കാര്യത്തിലേക്ക് നമ്മൾ കയറി പിടിക്കും. ഇല്ല, ചില കാര്യങ്ങളെ നമ്മൾ വിട്ടുകൊടുക്കണം എന്നാണ്. ഇപ്പൊ ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പ് സമയമാണല്ലോ. അപ്പൊ ബെസ്റ്റ് സാധനം എന്താ വെച്ചാൽ ഈ ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാര് ചില ബോളുകൾ അടിക്കില്ല. അവരെന്ത് ചെയ്യും? അവരിങ്ങനെ വെൽ ലെഫ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ബാറ്റ് പൊട്ടിക്കാതെ മാറ്റിവിടും. എഡ്ജ് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോളേഴ്സ് ഔട്ട്സൈഡ് ഓഫ് സ്റ്റോപ്പ് വന്ന് എറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ 2 സ്ലിപ്പിന് അല്ലെങ്കിൽ 3 സ്ലിപ്പിന് ഇട്ടിട്ടുണ്ടായിരിക്കും. ഇവരെങ്ങാനും ആ ടെംപ്ടേഷന്റെ പുറത്ത് അതേ കയറി ബാറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് സ്ലിപ്പിലോ സെക്കൻഡ് സ്ലിപ്പിലോ ക്യാച്ച് പോകും. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അതിൽ തൊടാതെ ഇത്രയും ദൂരത്തിൽ ഓടി വരുന്ന ഒരാള് ഫാസ്റ്റ് ബോളർ വന്നിട്ട് ഓടി വന്ന് എറിഞ്ഞാലും ഇവിടെ കുത്തിയിട്ട് എന്റെ നേരെ വന്ന ഒരു ലൂസ് ബോളായിട്ടല്ല വരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചിലപ്പോൾ വെൽ ലെഫ്റ്റ് ചെയ്യും. ജീവിതത്തിലെ പ്രശ്നങ്ങളെ എനിക്ക് വെൽ ലെഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കാര്യം. ഈ വെൽ ലെഫ്റ്റും എന്താണ്? തിരിക്ഷ. ഇത് അമൃതത്വത്തിലേക്ക് നയിക്കുന്നതാണ്. ഈ അമൃതത്വം എന്ന് പറഞ്ഞാൽ അമൃത് കുടിച്ചിട്ടുണ്ടാകുന്ന അമൃതം എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥ അമൃതിനെയാണ് പറഞ്ഞത്. ഓക്കെ, അല്ല നമ്മൾ ഇവിടെ പറയുന്ന അമൃതൊന്നും അല്ല. അമൃത് കുടിച്ചിട്ടുണ്ടാകുന്ന ഒരു മരണമില്ലാത്ത അവസ്ഥയല്ല. അതിനെന്നാ? അതിന് അമൃതിന്റെ സഹായം വേണം. ഇവിടെ മോക്ഷത്തിനെയാണ് അമൃതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. വേറൊന്നിന്റെയും സഹായമില്ലാതെ ആവശ്യമില്ലാതെ ആനന്ദത്തോടുകൂടി നമ്മൾ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന അവസ്ഥ. എങ്ങനെയാണ് ഈ തിദീക്ഷ സമ്പാദിക്കുക? തിദീക്ഷ വേണമെന്ന് പറഞ്ഞു, തിദീക്ഷ നമ്മളെ അമൃതത്വത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് തിദീക്ഷ സമ്പാദിക്കാൻ പറ്റുക? വേണ്ട, തിദീക്ഷ എല്ലാവർക്കും പിന്നെ വേണം. തിദീക്ഷ എങ്ങനെയാണ് സമ്പാദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അനുഷ്ഠിക്കുക? തിദീക്ഷയ്ക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നിത്യാനിത്യ വസ്തു വിവേകമാണ്. വിവേകമാണ് വേണ്ടത്.
എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നിത്യം, എന്താണ് അനിത്യം എന്നുള്ള ബോധ്യമുണ്ട് എങ്കിൽ എനിക്ക് തിരിച്ചു ഉണ്ടാവും. അതെങ്ങനെ? ഇതുകൊണ്ടൊരു കണക്ഷൻ ഇല്ലല്ലോ. അത് കാണാൻ എങ്ങനെയാ വെച്ചാൽ 16ാമത്തെ ശ്ലോകം നിത്യാനിത്യ വസ്തു വിവേകത്തിനെ സൂചിപ്പിക്കുന്നതാണ്. നാസതോ വിദ്യതേ ഭാവഃ അഭാവോ വിദ്യതേ സ്വതഃ ഭയോരപി ദൃഷ്ടോന്തഃ സ്മനയോ തത്വദർശിനി. എന്താണ്? അസത്തിന് ഇല്ലാത്തതിന് ഭാവ ഉണ്മ എന്നുള്ളൊരു അവസ്ഥയില്ല, ഉള്ളതിന് ഇല്ലായ്മ എന്നൊരു അവസ്ഥയില്ല. രണ്ടിന്റെയും പരമാർത്ഥ സ്ഥിതിയാവട്ടെ തത്വദർശികളാൽ അറിയപ്പെട്ടതാണ്. ഇതൊരിത്തിരി ടെക്നിക്കൽ പോർഷനാണ്. ഇപ്പം ഞാൻ ഇത് പറഞ്ഞിട്ട് ആ ഒരു ടെക്നിക്കൽ ഇൻട്രൊഡക്ഷൻ കൂടെ തന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. ഓക്കെ, നമ്മളൊക്കെ സ്ഥിരം കേൾക്കുന്ന, പ്രത്യേകിച്ച് വേദാന്തികളൊക്കെ അടിക്കുന്ന ഇതൊന്നും ഇല്ല നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ അടിക്കാറില്ലേ? ചില സമയത്ത് വേദാന്തം കൊണ്ടിരിക്കുന്ന സമയത്ത് പറയും ഈ കാണുന്നതൊക്കെ മായയാണ് എന്നൊക്കെ നമ്മൾ കയറി കടക്കും, എന്നിട്ട് ഇത് കരയുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇവിടെ ആചാര്യന്മാര് 3 കാര്യത്തിനെ പറ്റി പറയും. എന്താ 3 കാര്യങ്ങള്? ഒന്ന് സത്ത്, വേറൊന്ന് അസത്ത്, 3 മിഥ്യ. സത്ത് അസത്ത് എന്താണ്? സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രികാലേപി തിഷ്ഠതി ഇത് സത്ത്. 3 കാലങ്ങളിലും എല്ലാ കാലങ്ങളിലും ഒരേപോലെ നിൽക്കുന്നതിനെയാണ് സത്ത് എന്ന് പറയാം, ഉണ്മ എന്ന് പറയാം. ഈ അസത്ത് എന്താണ്? അത് നമ്മൾ പറയുന്നില്ലേ, അസത്തെ ഉണ്ടാക്കിയടാ എന്ന് പിള്ളേരെ വഴക്ക് പറയും. അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടില്. ഈ അസത്തിനെ കൊണ്ട് തോറ്റു. നമ്മള് സത്യം പറഞ്ഞ ആ കുട്ടിയെ ആ സത്തേന്നാണ് വിളിക്കണ്ടേ, മനസ്സിലായില്ലേ? ആ സത്താണ്. പക്ഷെ നമ്മുടെ അമ്മമാരെന്ത് ചെയ്തു അറിയോ? ആ ദേഷ്യത്തെ അവര് അസത്തെന്ന് വിളിക്കുന്നതാണ്. എന്താണ് അസത്ത് എന്ന് പറഞ്ഞാൽ? ത്രികാലേപി യത് ന തിഷ്ഠതി, 3 കാലത്തും ഇല്ലാത്തതാണെന്ത്? അസത്ത്. സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാലവും ഉള്ളത്. പിന്നെന്താണ്? അസത്ത് എന്താണ്? ഒരു കാലത്തും ഇല്ലാത്തത്. ഉദാഹരണം എന്താ? ഒരു കാലത്തും ഇല്ലാത്തത് നമ്മൾ പറയുക ആകാശ പുഷ്പം, അതല്ലെങ്കിലോ മുയലിന്റെ കൊമ്പ് ഉണ്ടോ? എവിടെയെങ്കിലും ഇല്ല. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, അത് ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു സാധനമില്ല, മുയലിലോ ഒന്നുമില്ല, മനസ്സിലായില്ലേ? പക്ഷെ അത് അസത്താണ്. അങ്ങനെ വാക്കുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ഇല്ല. സത്ത് എന്താണ്? എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പൊ എല്ലാ കാലത്തും ഉണ്ട്, ഒരു കാലത്തും ഇല്ലാത്തത്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു സാധനമുണ്ട്, അതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. എന്താ മിഥ്യ? മിഥ്യ എന്ന് പറഞ്ഞാല് ഉണ്ടായിട്ട് അറിവുണ്ടാകുന്ന സമയത്ത് ഇല്ലാതാവുന്നു. എന്താ മിഥ്യ? അറിവ് ഉണ്ടാകുന്ന സമയത്ത് ഇല്ലാതാവുന്നു. ജ്ഞാനേന തദ് ബാധിതം. അറിവുണ്ടാകുമ്പോൾ ഇല്ലാതായി. അതായത് ഉണ്ടായിട്ട് യഥാർത്ഥ അറിവുണ്ടാകുമ്പോൾ അത് ഇല്ലാതാവും. ഇതാണ് മിഥ്യ. ഓക്കെ, തത്വദർശികൾക്ക് ഈ സത്തിന്റെയും അസത്തിന്റെയും തത്വത്തിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. പറയാതെ എന്താണ്, ഞാൻ വിഷയത്തിലേക്ക് കടന്നില്ല, ഒരു ഇൻട്രോഡക്ഷൻ കൊടുക്കാം. എന്തെങ്കിലും അറിവുണ്ടായിട്ടില്ലാതാകുക എന്ന് പറഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള ഒരു സിംബോളിസം ഉണ്ട് നമ്മുടെ ഭാരതത്തില്. ശ്രീ ഭഗവാൻ ശിവന്, ഭഗവാൻ മഹേശ്വരന് എത്ര കണ്ണുകളുണ്ട്? 3 കണ്ണുകളുണ്ട്. ഓക്കെ, ഈ കണ്ണ് പിന്നെ ഇവിടെ കണ്ണ്. ഈ കണ്ണ് തുറന്നാലത്തെ പ്രശ്നം എന്താ? അത് നല്ലതാണോ ചീത്തയാണോ? നമ്മൾ അയ്യോ 3ാം കണ്ണ് തുറന്നാൽ ഭഗവാന്റെ ജ്ഞാനദൃഷ്ടി എന്നാണ് അതിന് പറയുക, അല്ലെ? ദിവ്യദൃഷ്ടി, ജ്ഞാനദൃഷ്ടി എന്നൊക്കെ പറയാം. ഓക്കെ, അത് തുറന്നു കഴിഞ്ഞാൽ ഈ ലോകം ഇല്ലാതെ ആയി പോകും. ഭഗവാനെ കണ്ണ് തുറക്കരുത് തന്നെ നമ്മൾ പറയുന്നു. എന്നിട്ട് ടി വിക്കകത്തൊക്കെ ഇവരിത് കാണിക്കുന്നത് എങ്ങനെയാ? കണ്ണിങ്ങനെ തുറക്കുമ്പോൾ കണ്ണിന്റെ അകത്തുനിന്ന് ഒരു പൂക്കുറ്റി വരുന്ന വന്നോണ്ടൊക്കെ യഥാർത്ഥത്തിൽ എന്നറിയാമോ? അത് ജ്ഞാനത്തിന്റെ ദൃഷ്ടിയാണ്. അത് തുറക്കുന്ന സമയത്ത് ഈ ലോകം ഇല്ലാതാവില്ല, ലോകമില്ല എന്ന് അറിയുകയാണ്. ഇതിനെയാണ് നമ്മളെന്തോ ലോകം ഇല്ലാതാക്കി ഭഗവാൻ ലോകത്തിനെ കത്തിച്ച് കളയാനെല്ലാം പറഞ്ഞ പറയാം. ഒരു സാധാരണ ഉദാഹരണം എപ്പോഴും ഗുരുദേവൻ പറയുന്നത്, നമ്മൾ എന്തിനാ നോക്കുന്നത്? നമ്മൾ രൂപത്തിനെയും നാമത്തിനെയാണ് നോക്കുക. അപ്പോ ഒരു സ്വർണമാല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാണും? നമ്മള് ആ മാലയുടെ ഡിസൈൻ കാണും, മാലയുടെ പേര് സച്ചിൻ ചെയ്യും. പിന്നെ എനിക്ക് അത് മാത്രമേ പേര് അറിയത്തുള്ളൂ. കാര്യമണി മാല, പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാനുള്ള
അങ്ങനത്തെ ചെയിൻ ഇവിടെ ഉണ്ട്. പിന്നെയും പുരുഷശ്രോമന്മാരായ കാരണം ഇവർക്ക് ചെയിനുകളുടെ ഡിസൈനിന്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ പല വെറൈറ്റി ചെയിൻ ഉണ്ട്. ഒരാളെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് 1 പവന്റെ 2 പവന്റെ 3 പവന്റെ ഇന്ന ചെയിനാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് വേറെ ചെയിനാണ്, മൂന്നാമത്തെ വേറൊരു ചെയിനാണ്. ഇങ്ങനെ പല തരത്തിലുള്ള ചെയിനുകളൊക്കെ ഉണ്ട്. മെഷീൻ കട്ടാണ്, കൈപ്പണിയാണെന്ന് തന്നെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ കാണുന്നവൻ എന്തിനായിരിക്കും കാണുക? അയാൾ ആ സ്വർണത്തിനെ മാത്രമാണ് കാണുക. നമ്മൾ സ്വർണത്തിനെ മാത്രമായിട്ട് കാണാറുണ്ടോ? സ്വർണത്തിനെ മാത്രമായിട്ട് നമ്മൾ പണയം വെക്കാൻ പോകുമ്പോൾ മാത്രമേ കാണുള്ളൂ, അല്ലാത്ത സമയത്ത് നമ്മൾ കാണില്ല. ഇവിടെ ഈ ലോകം മുഴുവൻ ആ ഈശ്വരൻ തന്നെയാണ് എന്ന് കാണുമ്പോൾ പിന്നെ ലോകമില്ല, ലോകം നശിച്ചു. ലോകം നശിച്ചു. ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ് എന്ന് അറിയുമ്പോഴോ, ഈ കാണുന്നതൊക്കെ ആ ഈശ്വരൻ തന്നെയാണ് എന്ന് അറിയുന്ന സമയത്ത് പിന്നൊരു വ്യത്യാസമില്ല. അവിടെ ലോകം നശിക്കുകയാണെന്നാണ്. ഗുരുദേവന്റെ ഒരു രസകരമായിട്ട് എഴുതുന്നുണ്ട്, എന്റെ കൈ അറിയാതെ എന്റെ കണ്ണിൽ കൊണ്ടുവരുന്ന ഞാൻ ഈ വിരൽ ഒടിച്ചു കളയോ ചോദിച്ചു. മനസ്സിലായോ? അതായത് അറിയാതെ ഞാൻ ഇങ്ങനെ കൈയല്ലേ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് എന്റെ ഈ വിരല് എന്റെ ഈ കണ്ണി കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വിരലിനെ ഒടിച്ചു കളയോ? വിരലെ അത്ര കൈയോടാന്ന് പറഞ്ഞ് അടിക്കുവോ? നിങ്ങൾക്ക് തലവിളിക്കുന്ന അടിക്കുവോ? ഇല്ല. കാര്യം എന്നാ? നമുക്ക് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് അറിയാം ഇത് എന്റെ തന്നെ വിരലാണ്. ഇല്ലേ? വേറെ ആരുടെയെങ്കിലും വിരലാണ് എന്റെ കണ്ണിൽ കൊള്ളുന്നെങ്കിൽ അത് തീർന്നു, എനിക്ക് തിരിച്ചു കുത്താമെന്ന് പറഞ്ഞു വിളിക്കും. അതെ, നേരെ മറിച്ച് ഈ ലോകം മുഴുവൻ ഞാൻ തന്നെയാണ് എന്ന് അറിയുന്ന സമയത്ത്, ഈ ലോകം മുഴുവൻ ഈശ്വരൻ തന്നെയാണ് എന്ന് അറിയുന്ന സമയത്ത്, ഈ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് സുഖമല്ലാത്തതായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇറിറ്റേറ്റഡ് ആവുമോ? ഇല്ല. അതുകൊണ്ടാണ് സത്തെന്ത് അസത്തെന്ത് എന്ന് അറിയുന്ന സമയത്ത് തിദിക്ഷ ഉണ്ടാകും എന്ന് പറയാം. കാര്യം എന്നാ? ഈ ലോകത്തിന് എന്നെ ഇളക്കാൻ പറ്റില്ല. കാര്യം ഇത് ഞാൻ തന്നെയാണ് എന്നുള്ള അറിവിലേക്ക് ഞാൻ വരും. ഞാൻ പറയാൻ മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടെ പറയാം. എങ്ങനെയാണ് തിദിക്ഷ ഉണ്ടാകുക? തിദിക്ഷ ഉണ്ടാകുന്നത് സത്തെന്താണ് അസത്തെന്താണ് എന്ന് അറിയുമ്പോഴാണ്. അപ്പൊ ഞാൻ സത്ത് അസത്തിന്റെ കൂട്ടത്തിൽ എന്താ ഒരു കാര്യത്തിനെ കൂടെ ചേർത്തു. എന്താണ്? മിഥ്യ. സത്തെന്ന് പറഞ്ഞാൽ എല്ലാ കാലവും ഉള്ളത്, അസത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും ഇല്ലാതെ, മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ലാതാവും, അറിവ് വരുമ്പോഴില്ലാതാവും. അപ്പൊ നമ്മൾ ഈ കാണുന്നത് മുഴുവൻ എന്താണ്? ഈ ലോകമായിട്ട് സംസാരമായിട്ട് കാണുന്നതൊക്കെ മിഥ്യയാണ്. കാര്യം എന്നാ? എനിക്ക് ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ഈ ലോകം തന്നെ ഇല്ലാതെയാകും. കാര്യം എന്നാ? ഇത് മുഴുവൻ ആത്മാവാണ്, ഞാൻ തന്നെയാണ് എന്ന് ഞാൻ അറിയാം. ഈ കാണുന്ന ശരീരമനോ ബുദ്ധികളൊക്കെ ഇല്ലാതായി പോകുന്നതാണ് എന്ന് ഞാൻ അറിയാം. ഇതെല്ലാം ഞാൻ തന്നെയാണ് എന്ന് അറിയുന്ന സമയത്ത്, എല്ലാം ഞാൻ തന്നെയാണ് എന്ന് അറിയുന്ന സമയത്ത് എനിക്ക് തന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അറിയാതെ എന്റെ കൈ എന്റെ കണ്ണിൽ കൊണ്ടുകഴിഞ്ഞാൽ ഞാൻ ഈ കൈയോട് വഴക്കിടുമോ? ഇല്ല. ഞാൻ എപ്പോഴാണോ കൃത്യമായിട്ട് ഇതെല്ലാം എന്താണ് എന്ന് തത്വത്തിൽ അറിയുന്ന സമയത്ത് എനിക്ക് ഈ ലോകത്തിനോട് വഴക്കിടാൻ പറ്റില്ല. ഇതാണ് ഇതിനെ ഒരു രീതിയിൽ നോക്കിക്കാണാൻ. ഇത് ഭയങ്കര തിയററ്റിക്കലായിട്ട് നമുക്ക് ഫീൽ ചെയ്യേ അല്ല. ഞാനിത് എനിക്ക് പഠിക്കാനും എനിക്ക് അനുഭവിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഉറക്കെ പറയുന്നു. ഉജു ഗുരുദേവന്റെ ഒരു കൃതിയുണ്ട്, ചിന്മയാമിഷന് നൽകിയൊരു പ്ലഡ്ജാണ്, ചിന്മയാമിഷന്റെ പ്രതിജ്ഞയാണ്. എന്താണ് ആ പ്രതിജ്ഞ? തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. എന്താണ് പ്രതിജ്ഞ? സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. ഇംഗ്ലീഷിലാണ് ഗുരുദേവൻ എഴുതിയത്. വി സ്റ്റാൻഡ് ആസ് വൺ ഫാമിലി ബൗണ്ട് ടു ഈച്ച് അതർ വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്. ഗുരുദേവൻ പ്രസന്റ് ടെൻസിലാണ് പറയുക. വി വിൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബമായി നിലകൊണ്ടോളാം എന്നല്ല പ്രതിജ്ഞ. പിന്നെന്താണ്? ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു എന്നാണ്. സ്നേഹവും ആദരവും കൊണ്ട് പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു എന്നാണ്. നമ്മളൊക്കെ ഒരു കുടുംബമാണോ? ആണോ? തലവലിക്ക് ഇതാണോന്നോ അല്ലോന്നോ ആണോ?
കുറച്ച് നാളുകളുടെ വസുദൈവ കുടുംബകം എന്നെല്ലാം പറഞ്ഞിട്ട് G20 നടന്ന സമയത്ത്, C20 ഒക്കെ നടന്ന സമയത്ത് അവിടെ ഇവിടെ ഒക്കെ നമ്മൾ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. വസുദൈവ കുടുംബകം അതാണ് ഭാരതത്തിന്റെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഘോര പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലേ. നമ്മൾ ഒരു കുടുംബമാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയാലേ നമ്മൾ ആരാണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഐ ഹാവ് ടു ഡിഫൈൻ ഹു ആർ മൈ, then only I can define who are me. ഈ വിയെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഐ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ഞാൻ ആ ആനന്ദ സ്വരൂപിയാണ്, സച്ചിദാനന്ദ സ്വരൂപിയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കാണുന്നതെല്ലാം ആ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് അറിയുന്ന സമയത്ത് ഈ ജ്ഞാനത്തില് നമ്മളൊക്കെ ഒരു കുടുംബമാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ. നമ്മളെല്ലാം ഒരു കുടുംബമാണ് എന്ന് ആ ട്രൂ സെൻസിൽ മനസ്സിലാക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരേ പോലെ നിൽക്കാൻ പറ്റും. ലോകത്തിന് എന്നെ ഇളക്കാൻ പറ്റില്ല. നമ്മൾ 12ാമത്തെ അധ്യായത്തിലൊക്കെ കാണും. എന്താണ്? അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവ ച. ഭക്തന്റെ ലക്ഷണമാണ് എന്താണ്? ദ്വേഷമില്ലാത്ത അവസ്ഥ. സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളോടും ദ്വേഷമില്ലാത്ത അവസ്ഥ. കാര്യം ഈ ജീവജാലങ്ങളെല്ലാം അതിന്റെ ഉള്ളിൽ വിളങ്ങുന്ന ചൈതന്യം ഞാൻ തന്നെയാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോ അതിന് ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനല്ല സാധാരണ പറയാറുണ്ട്. കുഞ്ഞുങ്ങള് അവര് നമുക്ക് 2 തല്ല് തരുമ്പോഴത്തേക്കും അപ്പൂപ്പനൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. കുറച്ചും കൂടെ വലുതായിട്ട് തല്ലുമ്പോഴത്തേക്ക് ആ സന്തോഷമൊക്കെ മാറും. പക്ഷെ ആലോചിക്കും, കൊച്ചു കുഞ്ഞു വന്നിട്ട് അപ്പൂപ്പ എന്ന് പറഞ്ഞൊരു തല്ല് തരുന്ന സമയത്ത് എന്താ സന്തോഷം. ഇടയ്ക്ക് ഇപ്പം ഈ വാട്സപ്പിലൊക്കെ ചില വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. എന്നാ ഈ ലെഫ്റ്റ് റൈറ്റ് സെന്റർ പഠിപ്പിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന ആളാ ഇപ്പൊ നോക്കിക്കേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും. പിന്നെ അച്ഛൻ ഒരു പയ്യനായിരിക്കും, എന്നെ ലെഫ്റ്റ് റൈറ്റ് സെന്റർ എന്നെ ചട്ടം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പൊ അയാളുടെ അവസ്ഥ നോക്കിക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത് വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തോണ്ട് ഒരു അപ്പൂപ്പനെ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ടൊക്കെ കാണാം. അപ്പൂപ്പന്മാർക്ക് ആ കൊച്ചുമക്കളോട് പ്രത്യേക ഒരു സ്നേഹമാണ്. അവർക്ക് ഒരു അടി കൊടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. പക്ഷെ അവരും അല്ല അടിക്കുമല്ലേ ചെയ്ത്, ഇല്ല അത് എന്റേതാണെന്നുള്ള ബോധ്യം. ഈ ലോകത്തിനെ മുഴുവൻ എന്റേതാണെന്നല്ല, ഞാൻ തന്നെയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് ഉയരുന്ന സമയത്ത് ഈ ലോകത്തിന് എന്നെ ഇളക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ആ തിദിക്ഷ ഉണ്ടാകുന്ന സമയത്ത്. ആ തിദിക്ഷയ്ക്ക് എന്ത് വേണം? തിദിക്ഷയ്ക്ക് യഥാർത്ഥ അറിവ് വേണം. നിത്യ അനിത്യ, ഇത് നിത്യമായിട്ടുള്ളതാണ്, ബാക്കിയെല്ലാം അനിത്യമായിട്ടുള്ളതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും എന്നെ ഇളക്കാൻ പറ്റില്ല, ഇത് ഞാൻ തന്നെയാണെന്ന് അറിയുന്ന സമയത്ത് തിദിക്ഷ ഉണ്ടാകും. ആ തിദിക്ഷ ഉണ്ടാകുന്ന സമയത്ത് സുഖ ദുഃഖങ്ങൾ എന്ത് തന്നെ വന്നാലും അതിനെ ഞാൻ ഒരേപോലെ നേരിടും. ഒരേപോലെ നേരിടാം. ഇത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മൾ എങ്ങനെ ജീവിക്കണം? നമ്മൾ ജീവിക്കേണ്ട ലോകത്തിൽ നിന്ന് എന്ത് തന്നെ വന്നാലും സഹിക്കണം എന്നാണ്. അതൊരു വീക്ക്നെസ്സിൽ നിന്നല്ല, പിന്നെന്താണ്? ഈ അറിവിന്റെ ബാക്കിങ്ങിൽ നമ്മൾ നിൽക്കണം. എന്താണ്? ഈ കാണുന്നതെല്ലാം അത് ഞാൻ തന്നെയാണ്, ഇത് ഈശ്വരനാണ് എന്നുള്ളതില് ആ ഒരു തലത്തിൽ ഭക്തൻ അതെല്ലാം ഈശ്വരൻ തന്നെയാണ് എന്ന് പറയും. വേദാന്തി എല്ലാം ഞാൻ തന്നെയാണ്, ആത്മാവ് തന്നെയാണ് എന്ന് പറയും. ആ രീതിയില് ഇവിടെ സത്ത് എന്താണ്, അസത്താണ്, വിദ്യ എന്താണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ കാണേണ്ട എന്താണ്? ഈ സത്ത് മാത്രമാണ് മാറ്റമില്ലാതെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ കണ്ടു എന്താണ്? കൗമാരത്തിനെയും യൗവനത്തിനെയും ജലയൊക്കെ മാറ്റമില്ലാതെ നിന്ന് കണ്ട ഞാനാണ് ഇവിടെ എല്ലാത്തിനെയും അനുഭവിച്ചുകൊണ്ട് മാറ്റമില്ലാതെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ ഉണ്മയ്ക്ക്, ഏത് ഉണ്മയ്ക്ക്? ഈ മാറ്റമില്ലാതെ അനുഭവിക്കുന്ന ഈ ഉണ്മയ്ക്ക് അതിന് ഒരു തരത്തിലുമുള്ള എന്താണ് നാശമില്ല. അതുകൊണ്ട് എന്താണ്? ഈ ദുഃഖിക്കില്ല. വീണ്ടും പോയാലോ, ഈ ഉണ്മയ്ക്ക് ഒരു തരത്തിലുള്ള നാശമില്ല, അതുകൊണ്ട് ഈ അറിവുണ്ടാകുന്ന സമയത്ത് നമുക്ക് ദുഃഖം ഉണ്ടാകില്ല. ഉദാഹരണം പറഞ്ഞാൽ ഗുരുദേവന്റെ ആമ ഡിസ്റ്റർബിങ് ചോദ്യം ഉണ്ടല്ലേ. രണ്ടാമത് എന്താണെന്നറിയാം?
നമ്മളൊക്കെ നിഴല് കണ്ട് പേടിക്കുമോ? ചില ആൾക്കാർക്ക് ഇപ്പോഴും നിഴല് കണ്ടാൽ പേടിക്കാം. നിഴല് കണ്ടോ അയ്യോ എന്ന് പറയുന്നത് ഓ ഇതെന്റെ തന്നെ കാര്യമാണ്. ചില സിനിമയ്ക്ക് അതൊക്കെ കണ്ടില്ല, ഇങ്ങനെ കണ്ണാടി ചായകളുണ്ടായിരിക്കും, നമ്മളിങ്ങനെ തിരിയുമ്പോൾ പെട്ടെന്ന് എന്നെ തന്നെ കണ്ടിട്ട് ആൾക്കാരൊക്കെ അതല്ലെങ്കിലോ. കുറച്ചും കൂടെ നല്ല ഉദാഹരണം പറഞ്ഞാല് ഒരു പ്രേതപ്പടം കാണുക. പേടിക്കും പ്രേതപ്പടം കണ്ടിട്ട്. പേടി കാരണം പ്രേതപ്പടം കാണാൻ പോകത്തില്ല സാമീനാണ്. അതാണല്ലേ നമ്മുടെ ഈ പ്രേതപ്പടത്തിന്റെ ഡയറക്ടർ ആ പ്രേതപ്പടം കണ്ട് പേടിക്കുവോ? സാധ്യത വളരെ കുറവാണ്. കാര്യം അദ്ദേഹമാണ് ഇത് മുഴുവൻ ക്രിയേറ്റ് ചെയ്തത്. ആ പ്രേതപ്പടത്തിന്റെ ഡയറക്ടറിന് ആ അങ്ങനെ അതുകൊണ്ട് പേടിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ ഇത് മുഴുവൻ ഞാൻ തന്നെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എനിക്ക് ദുഃഖമില്ല, പേടിയില്ല, അസൂയയില്ല. ഇത് ഏറ്റവും അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡാണ്. അതിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? പതുക്കെ 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 സാധനയിൽ കൂടെ ഞാൻ വരണം. എന്നിട്ടോ ഇനിയുള്ള ശ്ലോകങ്ങളുണ്ട്. ഇനി ഇതിനെ വിശദീകരിച്ച് പോവുകയാണെങ്കിൽ ആത്മാവിനെ പറ്റി, ആത്മജ്ഞാനത്തിനെ പറ്റി, അതല്ലെങ്കിൽ സാഖ്യശാസ്ത്രത്തിനെ പറ്റി വീണ്ടും 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 ഒരു 30ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ പോകും. ആത്മാവ് നശിക്കുന്നില്ല, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹവിഭാവക എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഇനി വരും. ആത്മാവിനെ വെട്ടിമുറിക്കാൻ പറ്റില്ല, ആത്മാവിനെ കത്തിക്കാൻ പറ്റില്ല, ആത്മാവിന് നാശമില്ല, അതുകൊണ്ട് നീ ദുഃഖിക്കരുതെന്നാണ് പിന്നെ പറയാം. ഇതെല്ലാം ആത്മാ ഇങ്ങനെ പല പോയിന്റ് വന്നിട്ട് 30ാമത്തെ ശ്ലോകത്തില് കൺക്ലൂഡ് ചെയ്യും. എന്താ 30ാമത്തെ ശ്ലോകത്തില് മനസ്സിലാക്കിക്കോളൂ അർജുന. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത സ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. എന്താണ് കൺക്ലൂഡ് ചെയ്യുക? ഭാരത, അർജുന, ബോധമുള്ളവനെ, അറിവിൽ ലഭിക്കുന്നവനെ, എന്താണ് സർവസ്യ എല്ലാവരുടെയും ദേഹത്തിൽ അയർത്തി കുടികൊള്ളുന്ന ആത്മാവ് നിത്യം അവധ്യ, ഒരിക്കലും വധിക്കപ്പെടുന്നവനല്ല. തസ്മാത് സർവാണി ഭൂതാനി, അതിനാൽ സമസ്ത ജീവികളെ കുറിച്ചും ത്വം ശോചിതും ന അർഹസി, നീ ദുഃഖിക്കാൻ പാടില്ല. നമ്മളന്ന് പറഞ്ഞില്ലായിരുന്നോ എന്താ ഷഡ്വിധ ലിംഗം കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു എന്താണ് അഭ്യാസം. എന്താ അഭ്യാസം? ഓർക്കുന്നില്ല. ഉപക്രമ ഉപസംഹാരോ അഭ്യാസോ പൂർവ്വതാബലം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. 6 പോയിന്റേഴ്സ് അത് ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ ഭഗവാൻ പറയാണ് ത്വം ശോചിതു നാർഹസി, നീ ദുഃഖിക്കാൻ പാടില്ല. അഭ്യാസം. ഇനിയും വരും പല സ്ഥലങ്ങളിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? 31ാമത്തെ ശ്ലോകത്തില് വേറൊരു ടോപ്പിക്ക് പറഞ്ഞു. കാര്യം ആത്മജ്ഞാനത്തിനെ നൽകി 12 മുതൽ 30 വരെയുള്ള ശ്ലോകം അശോച്യാനന്യ ശോചസ്വത്തിനെ വിശദീകരിച്ചു. അത് പരമാർത്ഥ തത്വത്തിന്റെ ജീവാത്മാവിന്റെ രീതിയിൽ, ശരീരത്തിന്റെ ഒക്കെ രീതിയിൽ, പല രീതിയിൽ വിശദീകരിച്ചു. ഈ ആത്മാവ് എല്ലാവരിലും ഉണ്ട്, അത് നശിക്കപ്പെടുന്നില്ല, അതിനാൽ സമസ്ത ജീവികളെ ഓർത്തും നീ ദുഃഖിക്കേണ്ട അർജുന എന്ന് പറഞ്ഞു. നമ്മള് അർജുനന്റെ ആർഗ്യുമെന്റ്സിനെ നോക്കി കാണേണ്ടി വരുവേ. ആർഗ്യുമെന്റ്സ് ഞാനിപ്പോ എടുത്തോണ്ട് വരുന്നില്ല. എങ്കിലും പ്രധാനമായിട്ടും അർജുനന്റെ പ്രശ്നം എന്തായിരുന്നു? ഈ ആചാര്യന്മാരൊക്കെ ആരാധ്യരാണ്, അവരെ കൊല്ലാൻ പാടുണ്ടോ? ഒരു ചോദ്യമാണ്. വേറൊന്ന്, വേണമെങ്കിൽ ഞാൻ ഭിക്ഷ എടുത്തോളാം, അതാണ് കൊല്ലുന്നതിനേക്കാൾ ഭേദം. വെറുതെ വായിച്ചാൽ മതി 2ാം അധ്യായം തുടക്കത്തിൽ. അതല്ലെങ്കിലോ ഇത് അർത്ഥവും കാമവും, ചതുർവിധ പുരുഷാർത്ഥത്തില് യുദ്ധം എനിക്ക് എന്തിനെ നൽകും? അർത്ഥത്തിനെയും കാമത്തിനെയും നൽകും. ആഗ്രഹിക്കുന്നതിനെ കിട്ടും, ധനവും കിട്ടും, അർത്ഥവും കിട്ടും. എനിക്ക് ധർമ്മത്തിനെയും മോക്ഷത്തിനെയും കിട്ടില്ല. അർജുനൻ ഒരു ശ്ലോകത്തില് അങ്ങനെ പറയുന്നുണ്ട്. എവിടാണ്? 2ാമത്തെ അധ്യായത്തിലാണ്. എന്താണ്? എത്രാമത്തെ ശ്ലോകമാണ്? ഗുരുണ ഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷ്യമീഹ ലോകേ ഹത്വാർത്ഥ കാമാസ്തു ഗുരുഹീനൈവ കുഞ്ചീയ ഭോഗാൻ കുതിരപ്രദ. മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ കൊല്ലാതെ ഈ ലോകത്തിൽ ഭിക്ഷാന്നമെങ്കിലും ഭുജിച്ച് ഞാൻ ജീവിക്കുക നല്ലത്. എന്നാൽ ഗുരുജനങ്ങളെ കൊന്നിട്ട് ഇവിടെ വെച്ച് രക്തം പുരണ്ട അർത്ഥകാമങ്ങളാകുന്ന
ഭോഗ്യങ്ങൾ തന്നെ ഞാൻ ഭുജിക്കേണ്ടി വരും. അതായത് എനിക്ക് അർത്ഥവും കാമവും കിട്ടും, എനിക്ക് ധർമ്മവും മോക്ഷവും കിട്ടില്ല. അങ്ങനെ അർജുനൻ പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ. ഭഗവാൻ പറയും, മോനെ തക്കടു, ഞാൻ അങ്ങനെ പറയണ്ട, ഈ യുദ്ധം നിനക്ക് ധർമ്മവുമാണ്, ഈ ധർമ്മം നിന്നെ മോക്ഷത്തിലേക്കും എത്തിക്കും. അതാണ് ഇനി വരുന്ന ഇതിൽ നമ്മൾ കാണാം. അതെപ്പോഴാ 31ാമത്തെ ശ്ലോകം. അത് സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എന്താണ്, ധർമ്മത്തിലായിരിക്കും. പിന്നെയോ നമ്മളൊക്കെ പറയുന്ന ആർഗ്യുമെന്റ്സ് അർജുനോട് ഭഗവാൻ പറയും. എന്താ, അവര് കളിയാക്കോടാ, ഇവര് കളിയാക്കോടാ എന്നെല്ലാം പറയും. അതൊക്കെ നമ്മളൊക്കെ കാണും. അത് നമ്മൾ അടുത്ത ആഴ്ച കാണും, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.